ണ്ട് ചായയും കുടിക്കുന്നവരുണ്ട്. ഞങ്ങൾ 4 മണിക്കൊക്കെ ചോറ് കഴിക്കും. ചിലപ്പം അസർ നിസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറുപ്പത്തിലേ ഉള്ള ശീലമാണ്. ഉപ്പാടൊക്കെ വീട്ടിലായ സമയത്തുള്ള ശീലമാണ് അസർ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ചോറ് കഴിപ്പ്. പോയി വരാട്ടോ. ഓക്കെ. ഇയാക്ക തിരക്കിലാണോ? അപ്പോൾ പോയി വരുമോ? എന്തൊക്കെയാണ് ഓഫറെ? അപ്പോൾ നാസർക്ക് പോയി, ഇയാൾക്കും പോയി. ഞാൻ ഓഫർ മാത്രമേ ഉള്ളൂ. കോഫി ഉണ്ടാക്കിയാണല്ലേ? ഓക്കെ, സോറി പ്രിയ. ഏതായാലും അങ്ങനെ കഴിക്കുന്ന സ്ഥിതിക്ക് നീ ആ ശീലം മാറ്റേണ്ടത് തുടർന്നോളൂ. അത് തുടർന്ന് ഇങ്ങനെ പോകും. ചെറുപ്പത്തിലുള്ള ശീലമാണ്, ഞങ്ങളെല്ലാവരും കൊണ്ടുള്ള ശീലമാണ്. അപ്പം അതിങ്ങനെ തുടർന്ന് പോകും. പുതിയ ആളാണല്ലോ. ചാനലാണോ നീ? സബ്സ്ക്രൈബ്. അപ്പം എനിക്കൊരു കൂട്ട് തന്നേ. പിന്നെ ഇയാൾക്കും ഒരു കൂട്ട് കൊടുത്തേ. ഇയാൾക്ക് ചാനൽ ഗോഫോറും ചില ചാനലാക്കാനുള്ളതാണ്. അപ്പോൾ ഒരു കൂട്ടം അങ്ങോട്ടും. ഹലോ. എല്ലാവർക്കും ഹലോ. അപ്പം ലൂറ ലൈക്ക് അടിക്കടോ. നമ്മൾ പഴയ തോമസ് അല്ലേ കൂട്ട് ചോദിക്കണം. 88 സബ്സ്ക്രൈബർ ആയിട്ടുള്ളൂ അല്ലേ? ഗോഫൂറെ ഈ തോമസ് കൂട്ട് കൊടുത്തേ. എന്താ പിന്നെ വർത്തമാനം കുരിപ്പേ? സുഖമായിട്ട് ഇങ്ങനെ പോണ മോളെ കുറഞ്ഞപ്പോൾ പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ ചുമ്മാ ഒന്ന് ലൈവ് ഇട്ടോക്കിയത്. ആരെങ്കിലുമൊക്കെ വരുമെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ ലൈവ് ഇട്ടു. എന്താണോ ഞാൻ വിട്ട വീഡിയോ കാണാഞ്ഞു? എനിക്ക് ഇങ്ങനത്തെ വീഡിയോനെ കിട്ടണുള്ളൂ. അതുകൊണ്ട് ഇത്രയൊക്കെ കിട്ടുന്ന കഷ്ടപ്പെട്ട് പറഞ്ഞ സ്ഥിതിക്ക് എൻ്റെ ലൈക്ക് 4-മതായിട്ടാണ്. 4-മത്തല്ലേ? താങ്ക് യു. അപ്പം എനിക്കൊരു കൂട്ടും കൂടെ കൊണ്ടോ. ഞാൻ കണ്ടല്ലോ. എന്നിട്ട് എനിക്ക് കമൻ്റ് ഒന്നും വന്നില്ലല്ലോ. കമൻ്റ് അയച്ചിരുന്നു. ഒരു കമൻ്റ് എന്താണോ വായിക്കാഞ്ഞേ? എനിക്കൊരു കൂട്ട് കൊണ്ടടോ. ലൂറ തോമസ് പോയോ? കമൻ്റ് എല്ലാം ഇട്ട് നോക്കൂ. കമൻ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ കഴിഞ്ഞാൽ എനിക്ക് നോക്കാൻ പറ്റുള്ളൂ. ഫോണ് താഴെടുത്ത് വീണു. ഒറ്റ മിനിറ്റ് കേട്ടോ. ലേക്ക് മാത്രം പോരില്ല. അതും വേണം. ശരി. ആടോ ലേക്ക് മാത്രം പോകാനിക്ക്. സ്കൂൾ വിടാനായി തോന്നണല്ലേ? സ്കൂൾ ഗ്രൂപ്പിൽ മെസ്സേജ്. അപ്പോൾ സ്കൂൾ വിടാനായിട്ടുണ്ടാവില്ലേ? പിന്നെ കൂട്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി അവിടെ കിടന്ന് കരയാൻ നിൽക്കണം. ഞാൻ കരയൊന്നുമില്ലല്ലോ. കരയണോ? കരയണമെങ്കിൽ ഞാൻ കരയാം. നെഞ്ഞത്തടിച്ച് കരയണോ? എല്ലാവരും ലൈക്കടിക്കൂ. പാവമല്ല തന്നെ ഞാനൊരു പച്ച പാവം. എന്താ ചെയ്യുക? അയൽവാസികൾ കേട്ടാൽ മോശമാണ്. അയൽവാസികൾ കേട്ടാൽ അവരും കൂടെ കരഞ്ഞോളും. ഞാൻ നെഞ്ഞത്തടിച്ചാൽ അവർ പുറത്തടിച്ചോളും. അപ്പം അങ്ങനെ ഒരുമിച്ചാണ്ട് കരയാലോ. അയൽവാസികൾ കേട്ടാലും. നീ ചാനലാണോ? തിരിച്ച് കൂട്ടാക്കണോ? ഗഫൂറിനറിയാം ഞാനൊരു പാവമാണ്. പാവമായോണ്ടാണ് എല്ലാവരും തട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി ഇതാക്കുന്നത്.